ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ADHD യെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ADHD എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. ADHD കുഞ്ഞുങ്ങളിലാണ് സാധാരണ കാണുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മുമ്പ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചുറ്റുപാടിൽ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ADHD അങ്ങനെയാണ് എന്നാണ് പൊതുവിൽ സംസാരിക്കപ്പെട്ടിരുന്നത്. അല്ലെങ്കിൽ ADHDയെ പറ്റി വലിയ ധാരണയും ഇല്ലായിരുന്നു. പക്ഷേ അഡൾട്ട് ADHD പറ്റിയിട്ട് അഡൾട്ടായിരിക്കുന്ന ആൾക്കാർക്കും ADHD ഉണ്ടാവും, അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ പറ്റിയിട്ടും പൊതുവേ ADHDയെ പറ്റിയിട്ടും ഒരുപാട് തെറ്റിദ്ധാരണകളും ഒരുപാട് സ്റ്റിഗ്മ നിറഞ്ഞ മിത്തുകളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ ഇത് പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നതുകൊണ്ടും എന്താണിതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും കുറച്ച് മുന്നത്തെ നമ്മുടെ തലമുറയിലെ ആൾക്കാരും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരും അഡൾട്ടായിട്ട് ഇരിക്കുന്നവരും ഒക്കെ ഒരുപാടധികം സഫർ ചെയ്തിട്ടുണ്ട്. കാരണം സമയത്ത് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാതിരുന്നതുകൊണ്ട്. എവല്യൂഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എല്ലാവരും. അത് എല്ലാവരിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനം നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ സ്വയം എക്യുപ്ഡ് ആയിട്ട് ചുറ്റുമുള്ള ഒരാളിൽ ADHD ഉണ്ടോ എന്ന് കണ്ടെത്താനും മറ്റുള്ളവരാരെങ്കിലും തെറ്റിദ്ധാരണകൾ പറഞ്ഞു വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റി ശരിയായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഈ ADHDയിലൊക്കെ കടക്കുന്നതിന് തൊട്ട് മുമ്പ് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ന്യൂറോ ഡൈവേർജൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. കാരണം ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്, വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ എല്ലാവരുടെയും ബ്രെയിൻ, ഓരോരുത്തരുടെയും ബ്രെയിന് ഫിംഗർ പ്രിൻറ്റ്സ് പോലെയാണ്, വളരെ യുണീക്കാണ്. എല്ലാവരുടെയും ഓരോരുത്തരുടെയും ബ്രെയിൻ യുണീക്കാണ്. ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രെയിൻസ് ക്യാൻ ഫങ്ഷൻ ഡിഫറെൻ്റ്ലി. നമ്മുടെ എല്ലാം ബ്രെയിനിന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ ബ്രെയിനുകളും ഒരുപോലെയല്ല, എല്ലാ ബ്രെയിൻസും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ഈ ADHD എന്ന് പറയുന്നത് ഇതുപോലെ വളരെയധികം ന്യൂറോ ഡൈവേഴ്സിറ്റിയിൽ ഒരെണ്ണമാണ്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ഇൻ്റലിജൻസിൻ്റെയോ നമ്മുടെ കേപ്പബിലിറ്റിയുടെയോ ഒരു കുറവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമല്ല, ഒരിക്കലുമല്ല. ഈ ADHD പൊതുവേ ആൾക്കാർ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തം പിടിച്ചോടിക്കൊണ്ടിരിക്കുക, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ലേസി ആയിട്ടിരിക്കുന്ന, ഒന്നും ചെയ്യാൻ പറ്റാത്ത, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്ന, ഒരു കാര്യവും ചെയ്യാൻ മടിയുള്ള, യാതൊരു താല്പര്യവും ഇല്ലാതെ ഇരിക്കുന്ന അങ്ങനെയുള്ളൊരവസ്ഥയല്ല ADHD. അല്ലെങ്കിൽ അങ്ങനെയല്ല ADHDയെ മനസ്സിലാക്കേണ്ടത്. ADHD എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അത് നമ്മുടെ അറ്റൻഷനെയും ഫോക്കസിനെയും ഇമ്പൾസ് കൺട്രോളിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ് ADHD. പൊതുവിൽ ഈ അറ്റൻഷനും ഫോക്കസും കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ കുറച്ച് ഇമ്പൾസീവായിട്ടിരിക്കുക എന്നുള്ളത് ADHDയുടെ ഒരു മേജർ പോയിന്റ് അല്ലെങ്കിൽ സൈനായിട്ട് പറയാം. അതിൽ ഇൻട്രോവേർട്സിനും എക്സ്ട്രോവേർട്സിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ADHD അനുഭവപ്പെടുക. ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് അവർക്ക് ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടായിരിക്കും ഈ ഹൈപ്പർ ആയിട്ടുള്ള തോട്ട്സ്, ഒരുപാടധികം തോട്ട്സും ഐഡിയാസും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഔട്ട്വേർഡ് ആയിട്ടായിരിക്കും ADHD കാണുക. ഇതിൽ മേജർ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അറ്റൻഷനും ഫോക്കസും ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ചില കുട്ടികൾക്ക് ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു 13 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ്സൊക്കെ ആകുന്ന സമയത്ത് അവർക്ക് ഈ ഒരു ഫോക്കസിങ് ഇഷ്യൂസ് ഉണ്ടാകും. അതുവരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും, നന്നായിട്ട് അക്കാഡമിക്സിലും അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളിലും നല്ല ഫോക്കസോടുകൂടിയും നല്ല ശ്രദ്ധയോടുകൂടിയും മുന്നോട്ട് വന്നിരുന്ന ആളായിരിക്കും. അതിനുശേഷവും അറ്റൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഫോക്കസിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറവ് സംഭവിക്കുക, സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നന്നായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അത്രത്തോളം മികവ് പുലർത്താൻ കഴിയാതിരിക്കുക, അതിനോടൊപ്പം തന്നെ ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുക, ഇമ്പൾസീവായിട്ട് പെരുമാറുക. എല്ലാവരിലും ആ ഇമ്പൾസീവായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവണമെന്നില്ല. ബേസിക്കലി ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി കാരണം ഈ ഒരു ഏജ് ഉണ്ടല്ലോ, 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ 9, 10th എക്സാം വരും. അപ്പോൾ 8th വരെയൊക്കെ നന്നായിട്ട് പഠിച്ചൊരു കുട്ടി പെട്ടെന്ന് ഡൗൺ ആയിട്ട് ഈ 10th എക്സാം വരുന്ന സമയത്ത് അയാളുടെ സ്കോർ വളരെ ഡൗൺ ആകുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചുറ്റുമുള്ള എല്ലാവരും ഇവരെ ഒറ്റപ്പെടുത്തും. ചുറ്റുമുള്ള എല്ലാവരും ഇവരെ കളിയാക്കും. അപ്പോൾ നീയല്ലേ വലിയ ബുജി എന്ന് പറഞ്ഞു ആൾ, നീ ഭയങ്കര ബുജി എന്നല്ലേ പറഞ്ഞു, നീ ഇത്രയും മാർക്ക് വാങ്ങിക്കുന്ന ആളല്ലായിരുന്നു, ഇപ്പം നിനക്ക് എന്ത് പറ്റി, ഇപ്പം എന്താണ് നീ ഇതുപോലെ വാങ്ങിക്കാത്തത്, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരെ കളിയാക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഒരാൾ പോലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവും, അവരെ ഒരു ഡോക്ടറിനെ കാണിക്കേണ്ടതുണ്ടോ? കാരണം പെട്ടെന്ന് ഒരാൾ ഈ രീതിയിൽ ശ്രദ്ധക്കുറവ് വരുന്നുണ്ടെങ്കിൽ, അയാളുടെ ഫോക്കസിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് പോലും അറിയുന്നുണ്ടാവില്ല, അയാൾക്ക് ഒബ്വിയസ്ലി അറിയുന്നുണ്ടാവില്ല ആ പ്രായത്തിൽ, അതൊരു കുട്ടിയല്ലേ.
അപ്പോൾ ആ കുട്ടിക്ക് ആ മാറ്റം ഉണ്ടാകുന്നുണ്ട്, ഒന്ന് കാണിച്ചു നോക്കാം, ഒരു ഡോക്ടറിനെ കാണിച്ചു നോക്കാം എന്ന് ചിന്തിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അഡൽട്ട് ADHD അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാമായിരുന്നു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. കാരണം അത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. കാരണം അന്ന് പലർക്കും ഈ പറയുന്ന പോലെ ആ കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടല്ലോ, മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു എക്സ്ക്യൂസ് അല്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കുട്ടി, നിങ്ങളുടെ കുട്ടി എന്തെങ്കിലും തരത്തിൽ അവന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അല്ലെങ്കിൽ അവന് ആ ഒരു ഫോക്കസ് ഇഷ്യൂ വന്നു, അത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾ പാരൻ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. കാരണം ആ സമയത്ത് നിങ്ങളുടെ ഒരു പാരൻറ്റിങ്ങിൽ വളരുന്ന കുട്ടിയാണ്. അപ്പോൾ അവിടെ ആ നോട്ടീസിങ് ഉണ്ടാവേണ്ടതാണ്. അത് ഇനി ഉണ്ടാവണം എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ വിഷയം പ്രത്യേകമായിട്ട് ഇപ്പോൾ ചെയ്യാനായിട്ട് കാരണം ഞാൻ അഡൽട്ട് ADHD ഉള്ള ഒരാളാണ്. ഞാനിപ്പോൾ അഡൽട്ട് ADHD ഡയഗ്നോസ് ആയിട്ട് ഇപ്പോൾ മെഡിക്കേഷൻ എടുത്ത് കൃത്യമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ എനിക്കും ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഒരു 13 വയസ്സ് മുതൽ ADHD ഉണ്ടെന്നാണ് എൻ്റെ ഡയഗ്നോസിസ്. അപ്പോൾ ഞാൻ 32 വയസ്സായിട്ടാണ് എനിക്ക് ADHD ഉണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ട ജീവിതമൊന്നും അങ്ങനെ തിരിച്ചു കിട്ടത്തില്ല. അത് എന്താ പറയുക, അതുകൊണ്ടാണ് നമ്മളിനി വരുന്ന കുട്ടികളെ, അല്ലെങ്കിൽ ഇനി ADHD ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരെ നമ്മൾ ADHDയുടെ ഡയഗ്നോസിസിന് വിധേയനാക്കാനും. ഇപ്പോൾ അഡൾട്ട്സിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് അറിയാം, നമുക്ക് തൊട്ടടുത്തുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആർക്കെങ്കിലോ ഈ ADHD സയൻസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ സയൻസിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ എക്സാക്ട്ലി എക്സാമ്പിൾ സഹിതം പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ADHD ഉള്ള ഒരാളിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളിനെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റും. അത് ഒന്നാമത്തെ കാര്യം ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസിയിൽ അവർക്ക് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ അവർക്ക് ഓർമ്മയിൽ നിർത്താനോ അവർക്ക് അതിൽ ഫോക്കസ് ചെയ്യാനോ അതിൽ അറ്റൻഷൻ നിൽക്കുകയോ ചെയ്യില്ല. അപ്പോൾ മുൻപ് അത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം, അതിൽ പെർഫെക്റ്റായിട്ട് അത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളായിരിക്കാം. പക്ഷേ ADHD എന്ന് പറയുന്ന ഒരു കാര്യം അത് ബ്രെയിനിൽ അഫക്റ്റഡ് ആയി തുടങ്ങിയാൽ ചിലപ്പോൾ ADHD ബ്രെയിനുള്ള ഒരാൾക്ക് അവരുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഒന്നാലോചിക്കുക, എന്തുമാത്രം ഡിഫിക്കൽട്ടായിരിക്കും എന്ന്. അവർക്ക് ഈ ഫ്ലറി ഓഫ് ഇൻഫർമേഷൻ ഒരിക്കലും അവരുടെ മൈൻഡിൽ സ്റ്റിക്ക് ചെയ്യില്ല, അത് ഓവർലോഡ് ആയിരിക്കും. അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിന് ഒരുപാട് അപ്പുറമാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്കിൽ, നമ്മളുടെ ജോലിയിലാണെങ്കിൽ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, ഒരേ രീതിയിൽ വരുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട്, കൃത്യമായിട്ട് അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടും ADHD ഉള്ളവർ. ഇനി ഇതിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റിയിലും ഇമ്പൾസിവിറ്റിയിലും പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഈ ഫിഡ്ജറ്റിംഗ് എന്ന് പറയും. ഒരു കാര്യം ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അയാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ടീം മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു അൺഈസിനെസ് ഉണ്ടാവും, നമുക്കൊരു ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഇംപേഷ്യൻസ് ഉണ്ടാവും ആ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കാൻ. എസ്പെഷ്യലി നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇരിക്കാനായിട്ട്. അത് മനഃപൂർവ്വം ഒരു വ്യക്തി ചെയ്യുന്ന ഒരു കാര്യമല്ല, അത് ADHDയുടെ സിംറ്റമായിട്ട് വരുന്നൊരു കാര്യമാണ്. പിന്നെ അതിനൊരു എക്സാമ്പിളാണ് നമുക്ക് ആ ഒരു ഇംപേഷ്യൻസിൻ്റെ ഒരു അൺഈസിനെസ്സിൻ്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ലോങ് ക്യൂസിൽ വെയിറ്റ് ചെയ്യുക, വലിയ വരികളിൽ നിൽക്കുക. ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വരികളിൽ നിൽക്കുന്നതിനുള്ള ഇംപേഷ്യൻസ്, അല്ലെങ്കിൽ ഒരു ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരു വരിയിൽ നിൽക്കുന്നതിനുള്ള ഇംപേഷ്യൻസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ മരുന്ന് വാങ്ങിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു വെപ്രാളവും ഒരു എന്താ പറയുന്നത്, എൻ്റെ സമയം പോകുന്നല്ലോ എന്നുള്ള തോന്നലും ഒരു അൺഈസി ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അത് ADHDയുടെ ഒരു സൈനാണ്. ഇപ്പം ഞാൻ പറഞ്ഞ സയൻസൊക്കെ ഈ ADHDയുടെ കോമൺ സയൻസാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഡിസോർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് വീട്ടിലെ കാര്യങ്ങൾ, ഹൗസ് കോഴ്സ് ലൈക്ക് തൂക്കുക, തുടയ്ക്കുക, കാര്യങ്ങൾ വൃത്തിയാക്കുക, സാധനം വെച്ചെടുത്ത് എവിടെയാണ് വെച്ചതെന്ന് മറന്നു പോവുക, ഷോർട്ട് മെമ്മറി ഒരു കാര്യം വെച്ചു, താക്കോൽ എവിടെ വെച്ചിട്ടുണ്ട്, താക്കോൽ എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മെഡിസിൻസ് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ബുക്ക് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം, ഇതൊക്കെ അടിക്കടിക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അത് ADHDയിൽ മുൻപ് പറ്റിയിരുന്ന ആൾക്കാർക്കും പറ്റാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മൾ പറയുമോ ലൈഫ് ചെറുതല്ലേ, ഇത്രയും പെട്ടെന്ന് ചെയ്താലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, അല്ലാതെ ഈ ഇപ്പം ചുമ്മാ ഇങ്ങനെ പതുക്കെ ചെയ്തത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ബുക്കൊക്കെ അടുക്കി വയ്ക്കുന്നതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ അവിടെ നിന്ന് തൂക്കുകയും തുടക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതം ഇങ്ങനെ പോകില്ലേ.
അങ്ങനെ വിചാരിക്കുന്നത് നമ്മളൊരു വാലിഡേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ആ ഒരു സിംറ്റത്തിന്. സയൻറ്റിഫിക്കലി വി ഡു ഹാവ് ADHD. അപ്പോൾ ADHD ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്ക് നമ്മളൊരു വാലിഡേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ കണ്ടീഷനിങ്ങിൽ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം, ഇതെല്ലാം ഒരു വ്യക്തി നന്നായിട്ട് ചെയ്തിരിക്കണം, എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കണ്ടീഷൻ ചെയ്ത് നമ്മളാവാനായി തന്നിരിക്കുന്ന ഒരു ടാർഗറ്റ്. അപ്പോൾ അതിലെത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു വാലിഡേഷൻസ് ആണ് ഇതൊക്കെ, ഈ ഒരു പറയുന്ന കാര്യങ്ങൾ. അത് നോർമലായിട്ട് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ADHD കാരണമാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നമുക്കൊരു ഡയഗ്നോസിസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണക്ട് ചെയ്യാനും നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ എത്തി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. പിന്നീട് ഈ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസാണ്. അത് ADHD ഉള്ളവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കും. ഏറ്റവും അവസാനത്തേക്ക് കാര്യങ്ങൾ മാറ്റി വയ്ക്കുക. അതായത് ഒരു ടാസ്കിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. ലൈക്ക് ഒരു ബിഗ് ടാസ്ക് ആയിരിക്കും, അത് ആദ്യമേ ചെറുതായിട്ട് ചെയ്തു തുടങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറാം എന്നുള്ളത് ADHD ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്നതല്ല, അയാളുടെ അബിലിറ്റിക്ക് അനുസരിച്ചതല്ല അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അവർ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മിക്കവാറും ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻറ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ അവിടെ ഓടിച്ചെല്ലുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ADHDയുടെ ഒരു കോമൺ സൈനാണ്. അതൊരു ടൈം മാനേജ്മെൻറ്റ് ഡിഫിക്കൽട്ടിയുടെ ഭാഗമായിട്ട് ADHD ഉള്ളവർക്ക് വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും സയൻസ് പറഞ്ഞപ്പോഴും ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ, ഇതൊക്കെ നോർമലി എല്ലാവരുടെ ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്, നോർമലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ADHD എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. ADHD ഒരു വളരെ റെയറായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല, അല്ലെങ്കിൽ ഒരു ഡിസോർഡർ അല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ, ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ വരുമ്പോഴാണ് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നിങ്ങൾക്ക് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഈ കാര്യങ്ങൾ ബാധിക്കുമ്പോഴാണല്ലോ അത് പ്രശ്നമാകുന്നത്. ഡെയിലി ലൈഫിനെ ഈ കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ADHD ലെവലിലല്ല നിങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ADHD ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ എല്ലാ സയൻസും ഓരോ വ്യക്തികളിലും ഇൻറ്റൻസിറ്റി കൂടിയും കുറഞ്ഞും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുമായിരിക്കും കാണുന്നത്. കാരണം ഓരോരുത്തരും വളർന്നു വരുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്, ഓരോരുത്തരുടെയും ബ്രെയിൻ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്, ഓരോ ബ്രെയിനും ഡിഫറെൻ്റ് ആണ്, പേഴ്സണാലിറ്റി ടൈപ്പും ഡിഫറെൻ്റ് ആണ് ഓരോ മനുഷ്യരുടെ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് എല്ലാ മനുഷ്യരിലും ഈ സയൻസിൽ വേരിയേഷൻസ് ഉണ്ടാവും. പക്ഷേ ബേസിക്കായിട്ട് ഇത് മനസ്സിലാക്കാൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സയൻസ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ADHDയുടെ സയൻസ് ആണ് ഈ പറഞ്ഞതല്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമൈൻഡറാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിക്കുക. ഇത് മാത്രമല്ല, ഈ അഡൾട്ട് ADHD ഓരോ പേരിലും ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ അഫക്റ്റ് ചെയ്യുന്നതും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതും തുടങ്ങിയാൽ ഒരുപാടുണ്ട്. എസ്പെഷ്യലി ഞാൻ അനുഭവിക്കുന്നത് തന്നെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്കതൊന്ന് തീർക്കാൻ പറ്റില്ല, ഒരു വീഡിയോയിലെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഞാൻ അടുത്ത ഒരു സെഷനായിട്ടുള്ള തെറ്റിദ്ധാരണകളും ഈ പറയുന്ന മിത്തുകളും, ADHDയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റാം. അതിൽ നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് ADHD കുട്ടികളിലാണ് ഉണ്ടാകുന്നതെന്നുള്ളത്. ഇതൊരു വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ADHD എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രമല്ല, അത് അഡൾട്ട്ഹുഡ് വരെ പോയിട്ട് അഡൾട്ടായിട്ടിരിക്കുന്ന ആൾക്കാർക്കുണ്ടാവും. എല്ലാ ഏജിലുള്ളവർക്കും ബാധിക്കാവുന്ന ഒരു കണ്ടീഷനാണ് ADHD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസോർഡറാണ് ADHD. ADHDയും സാധാരണ മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസോർഡറാണ്, ഇതൊരു അസുഖം വരുന്നത് പോലെയാണ്. അപ്പോൾ എല്ലാ ഏജിലുള്ളവർക്കും ADHD വരാം. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അതുപോലെയല്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ ഇൻഹറൻ്റ് ആയിട്ടൊരു വ്യക്തിയിലുള്ള ഒരു കാര്യമാണ്, അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു അസുഖം എന്ന രീതിയിൽ നമ്മൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ADHD. ഇറ്റ്സ് വെരി കോമൺ, വളരെ കോമൺ ആയിട്ട് ആളുകളിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ഒരു സ്റ്റിഗ്മയോടുകൂടി നോക്കേണ്ടയോ ആ രീതിയിലൊരു പ്രത്യേകതരം പരിഗണന കൊടുത്തവരെ കാണേണ്ടയോ, അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളെന്തോ പ്രത്യേക ജീവിയാണെന്നുള്ള രീതിയിൽ അവർ നോക്കുകയും അവരുടെ അടുത്ത് പെരുമാറുകയും ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുന്നത് കഴിവതും മാറ്റുക. അത് ആ ഒരു സ്റ്റിഗ്മ നമ്മളുടെ ഒരു ഈ റേസിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നും അതൊക്കെ മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് ചേഞ്ച് ചെയ്യുക. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് മോശം പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ADHD ഉണ്ടായത്, അല്ലെങ്കിൽ നേരെ ചൊവ്വേ കുട്ടികളെ വളർത്താത്തതുകൊണ്ടാണ് ഈ ADHD വന്നത് എന്നുള്ളത്. അതൊരു വളരെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം ADHD എന്ന് പറഞ്ഞൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ലൈക്ക് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ഒരു പാരൻറ്റിങ്ങുമായിട്ട് യാതൊരു ബന്ധമില്ല.
അതൊരു പാരൻ്റൽ ഇഷ്യൂ അല്ല. അതിനകത്ത് ചെയ്യാൻ പറ്റിയിരുന്നൊരു കാര്യം, ഇതിപ്പോൾ പാരൻസിന് മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാവർക്കും ആ കുട്ടിയിലൊരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, അവരുടെ ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ അങ്ങനെ ഒരു ഫോക്കസ് ബുദ്ധിമുട്ട് അവൻ അനുഭവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഡയഗ്നോസിസിന് വിധേയമാക്കാനായിട്ട് അത് പാരൻസിൻ്റെ മാത്രം ഉത്തരവാദിത്വം എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പാരൻറ്റിങ് എന്ന് പറയുന്നൊരു കാര്യത്തിന് പ്രത്യേകിച്ച് ADHD ഉണ്ടാവാനായിട്ട് ഒരു പങ്കുമില്ല അതിന്. പിന്നെ പലരും പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് പാരൻസിനെ ക്രൂശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ കർമ്മഫലമാണ്, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അതൊക്കെ അത്ര നോൺസെൻസ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുക. കഴിവതും ആ സമയം ADHDയെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് അങ്ങനെ അതുള്ള ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ നമ്മുടെ നാട്ടിലുള്ളൊരു ഭയങ്കര സ്റ്റിഗ്മ ഉണ്ടല്ലോ, ഇതൊക്കെ വെസ്റ്റേൺ സാധനങ്ങളാണ്, ഇതൊക്കെ പൊതുവേ പുറത്തുനിന്നുള്ള സാധനങ്ങളാണ്, ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് പിള്ളേർക്ക് പഠിപ്പ്. ഇത് എനിക്കൊരു കമൻറ്റ് വന്നൊരു കാര്യമാണ്. ഞാൻ അത് കേട്ടിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പഠിപ്പ് കൂടി പോയതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ വരുന്നത്, പണ്ടുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങളില്ലായിരുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം പറ്റുന്നത്. ഇത് വെസ്റ്റേൺ ആയിട്ടുള്ള നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വന്ന അസുഖങ്ങളൊന്നും അല്ല ഇത് എല്ലാവരിലും എക്സിസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. നമുക്ക് വിവരക്കുറവുള്ളത് കൊണ്ടും നമ്മൾ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് നേടാത്തതിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ അറിയാതിരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് അറിയുമ്പോൾ നമ്മൾ വീണ്ടും അത് ഈ പറയുന്ന പോലെ അതൊരു വെസ്റ്റേൺ ഐഡിയയാണ്, ഇതൊക്കെ ഒരു അവിടെയുള്ള ആൾക്കാർക്ക് മാത്രം സംഭവിക്കുന്നതാണ്, ഇന്ത്യയിലൊന്നും ഇങ്ങനെയല്ല സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒക്കെ അവരോട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കഴിവതും അല്പത്തരം എന്ന് പറയുന്നത് കുഴപ്പമില്ല, കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് മിണ്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക, മണ്ടത്തരം പറയാതിരിക്കുക. അറ്റ്ലീസ്റ്റ് മണ്ടത്തരം പറയുന്നത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല, മണ്ടനായിരിക്കുന്നത് ഒരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ കഴിവതും മണ്ടത്തരം പറയാതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഞാൻ ഇത് പറഞ്ഞതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിഗ്മ കാരണമാണ് ഒരുപാടധികം ആൾക്കാരിൽ ഇതൊന്നും റെക്കഗ്നൈസ് ചെയ്യാതിരുന്നത് കുട്ടിക്കാലത്ത്. ഈ ഒരു പ്രിവിലൻസ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും വളരെ കൂടുതലാണ്. നമുക്ക് ഇത്രയും പോപ്പുലേഷനുള്ളൊരു സ്ഥലമല്ലേ. അപ്പോൾ കുഞ്ഞിലെ ഒരുപാട് കുട്ടികൾക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനോ അതിന് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനൊരു മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കൺസിഡറേഷൻ അല്ലെങ്കിൽ ഈ ഒരു കുട്ടികൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക, അവരെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ അവരെ അക്കാഡമിക്കലി ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ രാജ്യത്ത് നടക്കുന്നില്ല. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പരാജയത്തെ നമ്മളൊരു വെസ്റ്റേൺ ഐഡിയയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനെ ഒരു രീതിയിൽ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. ഓൾറെഡി ഫെയിൽഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ, ആ അവസ്ഥയുള്ള മനുഷ്യരെ ഇനിയെങ്കിലും വേറിട്ട് നിർത്താതെ, ഒറ്റപ്പെടുത്താതെ അവരെ സഹായിക്കാൻ എങ്ങനെയാണ് സഹായിക്കുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ പറയുന്ന കേട്ടില്ലേ, സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ബേസിക്കലി ഒന്നാമത്തെ കാര്യം ഒന്നും പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കുക, അല്ലെങ്കിൽ വിവരമില്ലാത്ത അടച്ചു വയ്ക്കുക. വിവരമുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ ഈ രീതിയിൽ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിനോട് ചേർത്ത് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ അത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പല വീഡിയോകളിലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ഒരു വീഡിയോ ചെയ്യാം ഈ പ്രിവിലേജിനെയൊക്കെ പറ്റിയിട്ടുള്ള. അപ്പോൾ ഇത് ഇതിങ്ങനെ എല്ലാവരും അവെയറായി, പെട്ടെന്ന് എല്ലാവർക്കും വിവരം വന്നു ഇതിനെയൊക്കെ കുറിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അത് വേറൊരു ടോപ്പിക്കാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് അതിൽ നിന്നും നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരുപാട് ADHD അഫക്റ്റഡ് ആയിട്ട് കിടക്കുന്നൊരു ലൈഫിനെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ADHD ഉണ്ടെങ്കിൽ ഒരു ഷെയിമും കാണിക്കരുത് ഹെൽപ്പ് ചോദിക്കാനായിട്ട്. ഹെൽപ്പ് ചോദിക്കുന്നത് ADHDയെ പറ്റി ഒരു അറിവില്ലാത്ത അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാത്ത ആൾക്കാരുടെ അടുത്തല്ല ഹെൽപ്പ് ചോദിക്കേണ്ടത്. ഹെൽപ്പ് ചോദിക്കേണ്ടത് ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രൊഫഷണലായിട്ടുള്ള ADHDയെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുന്ന തെറാപ്പിസ്റ്റുകൾ വളരെയധികം അവൈലബിൾ ആണ്. നമ്മൾ അവൈലബിൾ അല്ല, അങ്ങനെയുള്ള ആൾക്കാരില്ല എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. അത് നമ്മുടെ പ്രീ കൺസീവ്ഡ് നോഷൻ്റെ കാര്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ കാര്യങ്ങളൊക്കെ. അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കാലം മാറി വരുന്നുണ്ട്. നമ്മുടെ ഇപ്പം നിംഹാൻസിൽ നിന്നൊക്കെ ഇതിനുള്ള സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ നല്ല ഡോക്ടേഴ്സ് ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ADHDയെക്കുറിച്ച് മനസ്സിലാക്കുന്ന തെറാപ്പിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അതിനെ ഹെൽപ്പ് ചോദിക്കുക. ബേസിക്കലി നമ്മുടെ ലൈഫ് അഫക്റ്റഡ് ആണ്. നമ്മുടെ ഒരു ഈ ഇമ്പൾസീവായിട്ടുള്ള നേച്ചറും ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, നമ്മൾ
നമ്മളൊരു വല്ലാത്ത ഡിപ്രസീവ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട് ഇതിന്. അതൊക്കെ ഉള്ളപ്പോൾ ഇത് കൂടുതൽ വേഴ്സൺ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു തെറാപ്പിസ്റ്റിലേക്ക് നിങ്ങൾ എത്തുക, അവരുടെ ഹെൽപ്പ് ചോദിക്കുക. ഞാൻ ബെഗ് ചെയ്യാണ് നിങ്ങളോട്, ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക് ഹെൽപ്പ്. ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും വലിയൊരു മെച്ചപ്പെടൽ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ADHD ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിനനുസരിച്ച് ലൈഫ് മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. കാരണം ആ ഒരു തിരിച്ചറിവ് തന്നെ നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ അറിവുകൾ നമുക്ക് നേടിത്തരുന്ന, നമ്മളിൽ തന്നെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ADHD ഉണ്ടായിരുന്നു എന്നുള്ള മനസ്സിലാക്കൽ. അത് കഴിഞ്ഞിട്ട് നമ്മളെ തെറാപ്പിസ്റ്റ് സഹായിക്കുന്ന രീതിയും അത് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയും കാരണം നമ്മുടെ ലൈഫ് കുറേ കൂടുതൽ മെച്ചപ്പെട്ട് വരും എന്നുള്ളത് 100% ഷുവറാണ്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ. ഓൺലൈൻ റിസോഴ്സസ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ADHDയെ പറ്റി. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേജസ് ഉണ്ട് വിച്ച് ആർ വെരി പ്രൊഫഷണൽ ആൻഡ് ADHDയെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസും അതിൽ ഉണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. അതിനൊപ്പം തന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ ഉണ്ട്. സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തെറാപ്പിസ്റ്റിൻ്റെ കീഴിൽ ഇത് ഡയഗ്നോസ് ചെയ്ത ശേഷം ആ തെറാപ്പിയിലൂടെ കടന്നുപോയി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ലൈഫൊക്കെ ഒന്ന് സ്റ്റഡി ആക്കി കൊണ്ടുവന്നതിന് ശേഷം സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നമുക്കൊരു ഒരു അർജ് ഉണ്ടാവും, ഒരു ഇമ്പൾസീവായിട്ടുള്ള പെട്ടെന്ന് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ADHDയുടെ സൂപ്പർ പവേഴ്സ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. അത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. സോ ഹെൽപ്പ് തേടുന്ന കാര്യത്തിലും ലൈഫ് സ്റ്റഡിയാക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങളിത് സ്വയം അനുഭവിക്കുന്ന ആളാണെങ്കിൽ സ്വയം ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക. ഹെൽപ്പ് അവൈലബിൾ ആണ്. ഇതിന് ആവശ്യത്തിൽ കൂടുതലുള്ള റിസോഴ്സസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. സോ ഹോപ്പ് കൈവിടാതിരിക്കുക. യു ആർ നോട്ട് അലോൺ. ഇന്ത്യയിൽ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുക, നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടായിരിക്കും. അതിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കുക. ഓരോരുത്തരും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ടത്, ആരെയാണ് കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ അതിനും ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാനൊരു ഫുൾ കമൻറ്റ് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. നിങ്ങൾ ആ കമൻറ്റ് മൊത്തം വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയാണ് പോവേണ്ടത്, ആരെയാണ് കാണേണ്ടത്, ഹെൽപ്പ് വേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, അവർക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ADHDയുടെ ഫസ്റ്റ് വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് കുറേ അധികം വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതിൽ ADHDയെ സംബന്ധിച്ചുള്ള വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും ഇൻവോൾവ്മെൻറ്റുമാണ് എനിക്ക് ഏറ്റവും ആവശ്യം. എൻ്റെ വർക്കിലൂടെ ആരെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടുന്നത് അതിലൂടെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നത്. സോ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.